വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ യൂട്യൂബിൽ സ്പെഷ്യലായിട്ടൊരു കറി കണ്ടു കേട്ടോ. അപ്പം അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് കല്ലുമ്മക്കായാണ് നമ്മുടെ താരം, നമ്മുടെ കടുക്ക എന്നാണ് ഞങ്ങളൊക്കെ പറയാറ്. അങ്ങനെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഫസ്റ്റ് തന്നെ വീഡിയോയിൽ ഞാനിതാ തേങ്ങ വറുക്കുന്നതാണ് കാണിക്കുന്നത്. നന്നായിട്ട് വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത വറവ് എന്ന് പറയുന്നത് നല്ല മുളക് പൊടിയും മല്ലിപ്പൊടി എടുത്ത് നന്നായിട്ട് ഒരു ഡാർക്ക് ഓവർ ഡാർക്ക് ആവേണ്ട, അങ്ങനെ കുറച്ചൊന്ന് വറുത്ത് ഒരു നിറം മങ്ങുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പം അതിൻ്റെ ഇടയ്ക്കുള്ള പരിപാടികളാണ് ഇതൊക്കെ കാണുന്നത്. അവന് കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. അങ്ങനെ അവരൊക്കെ പോയി അപ്പോഴേക്കും എൻ്റെ മല്ലിമുളകൊക്കെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കറി വെക്കാനുള്ള പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് വേണ്ടത്. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. അത് എൻ്റെ അടുത്തുനിന്ന് മിസ്സായി പോയിട്ടോ. അങ്ങനെ ഞാൻ അതൊന്നാകെ ഇട്ടിട്ട് വഴറ്റിയെടുത്ത് പിന്നെ അതിലേക്ക് എടുത്തത് ചെറിയുള്ളി, ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 10 ചെറിയുള്ളി നന്നായിട്ട് കുനുകുന അരിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് എടുത്തത് തക്കാളി, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആദ്യം വെളിച്ചെണ്ണയിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം. പിന്നെ പച്ചക്കായ എടുത്തിട്ടുണ്ട്. ഒരു പച്ചക്കായ എടുത്തിട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് നന്നായിട്ട് അതിലിട്ടിട്ട് വാട്ടിയെടുക്കണം. പിന്നെ അതിലേക്ക് ഞാൻ കല്ലുമ്മക്കായ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ വറുത്ത് വെച്ച് പൊടികളും ഇട്ടിട്ട് അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ട് വഴണ്ട് വരട്ടിട്ടോ. അങ്ങനെ അതവിടെ മിക്സാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തതാണ് കേട്ടോ ആദ്യം. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ എന്ന് വിചാരിച്ചു. അവിടെ മാറ്റി വെച്ചു. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ തേങ്ങയിൽ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ വെറും വെളിച്ചെണ്ണയിൽ മാത്രം ഇട്ടിട്ട് നന്നായിട്ട് തേങ്ങ വറുത്ത് വെച്ചതാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് വറവിനുള്ള കാര്യം നോക്കാം. സിമ്പിൾ തന്നെ അമ്പിൾ കറിയാണ് കേട്ടോ. എന്താ അത്ര ഒരു തനി നാടൻ കറിയാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കാമല്ലോ എന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വല്ലപ്പോഴും അങ്ങനെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. എപ്പോഴും നമ്മൾ കടുക്ക ഫ്രൈയും പിന്നെ പൊരിച്ചതും അങ്ങനെ കാണല്ലോ കഴിക്കാറുള്ളത്. അപ്പം ഇത് പൊറോട്ടൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, പത്തിരിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. അങ്ങനെ ഞാനത് ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറവിലേക്ക് പോകാം. അങ്ങനെ നന്നായിട്ട് ചെറിയുള്ളി കരിഞ്ഞ് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ. അങ്ങനെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കത് കറിയിലേക്ക് ഒഴിക്കണം. അപ്പം നമ്മുടെ ലാസ്റ്റ് ലുക്കിലേക്ക് വരാൻ പോവാണ് കറി. എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ആയിട്ട് ചിന്തിക്കാം എന്ന് ഞാൻ പറയുന്നു. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഇതിൻ്റെ ഫൈനലിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വറവും കഴിഞ്ഞു. അങ്ങനെ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഓക്കെ, ബൈ ബൈ.